അമരത്വത്തിന്റെ സ്വപ്നങ്ങളും ടെക് ലോകത്തെ വേറിട്ട വാർത്തകളുമായി എത്തിയിരിക്കുന്ന ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയ്ക്ക് അഭിമാനമായി വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിലൂടെ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഒരു പ്രതിഭയാണ് സനൽകുമാർ ശശിധരൻ. ഒരാൾ പൊക്കത്തിൽ തുടങ്ങി ഇപ്പോൾ ഉന്മാദിയുടെ മരണം എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷവുമായി എത്തിയിരിക്കുകയാണ് അദ്ദേഹം. माया नहीं छाया. ഞാൻ അഡ്വക്കേറ്റായിരുന്നു, പ്രൊഫഷണൽ അഡ്വക്കേറ്റായിരുന്നു. 2001 എൻറോൾ ചെയ്തു. 2006 വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ പാഷൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. അപ്പോൾ അത് പഠിക്കുന്ന സമയം മുതലേ സിനിമ തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ പോകുന്നു, ആർട്ടിസ്റ്റിനെ കാണാൻ പോകുന്നു, കഥകൾ എഴുതുന്നു, കഥകൾ പറയുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ 2001 ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കാഴ്ച ചലച്ചിത്രവേദി എന്നൊരു ഫിലിം സൊസൈറ്റി, ഇപ്പോൾ കാഴ്ചയുടെ ഓഫീസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കി 2001. അങ്ങനെ ക്രൗഡ് ഫണ്ടഡായിട്ട് സുഹൃത്തുക്കളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നൊക്കെ ചെറിയ കാശ് സംഘടിപ്പിച്ച് അതിശയ ലോകം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. അത് പക്ഷേ അന്ന് ഇൻ്റർനെറ്റൊന്നുമില്ല, ഇൻ്റർനെറ്റിൽ അങ്ങനെ കാര്യമായിട്ട് അറിയപ്പെടുന്ന സമയമല്ല, പിന്നെ യൂട്യൂബൊന്നും അത്ര വ്യാപകമല്ല, അത് കാണിക്കാനുള്ള സൗകര്യങ്ങളില്ല. 1-2 ഫെസ്റ്റിവലുകളിൽ പോയതല്ലാതെ അത് വലിയ കാശുണ്ടാക്കുകയോ ആളുകളിലേക്ക് എത്തുകയോ അവാർഡ് കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ അത് കണ്ടവരൊക്കെ ഇത് വീണ്ടും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ഒരു നമ്മുടെ പാഷനും പ്രൊഫഷനും തമ്മിലുള്ളൊരു വടംവലി ഭയങ്കരമായിട്ട് ശക്തമായി. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു, ഫാമിലി ഇഷ്യൂസ് ഒരുപാടുണ്ട്, അങ്ങനെ കുട്ടികളുണ്ടായി. അങ്ങനെ വന്ന് ഞാൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി, ജോലിയൊക്കെ മതിയാക്കി ഡൽഹിയിലേക്ക് പോയി, വേറൊരു ജോലി സംഘടിപ്പിച്ച് ഇനി സിനിമയേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് 2006 പോകുന്നത്. അത് കഴിഞ്ഞ് 2007 ഞാൻ ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ പോയി അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലിയൊക്കെ കയറി. അപ്പോൾ യൂട്യൂബ് അവിടെ കുറച്ച് ഗൾഫിൽ നല്ല ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരിക്കൽ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഈ അതിശയ ലോകം കൂടി കൊണ്ടുപോയി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ കുറേ പേര് അത് കണ്ടു. അത് കണ്ടിട്ട് അന്ന് ഞാൻ ബ്ലോഗ് എഴുതുന്ന സമയമായിരുന്നു, കവിതകൾ എഴുതുന്ന സമയം. അപ്പോൾ ധാരാളം പേര് ഈ സിനിമ കണ്ടിട്ട്, ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഇത് എന്തുകൊണ്ട് നിർത്തി, വീണ്ടും എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ പ്രകോപനപരമായിട്ട് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വന്നു. എൻ്റെ ഒരു സുഹൃത്ത് KV മണികണ്ഠൻ, പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കയ്യിലൊരു തിരക്കഥയുണ്ട്, അത് നമുക്ക് ഷോർട്ട് ഫിലിം ആക്കാം, എപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പുള്ളി അടുത്ത മാസം ലീവിന് വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ലീവിന് വരാം. അങ്ങനെ തിരിച്ചു വന്നു. പരോളെന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ കാഴ്ച തന്നെയായിരുന്നു എൻ്റെ നേതൃത്വം, കാഴ്ച ചലച്ചിത്രവേദി. പ്രൊഡ്യൂസ് ചെയ്തത് കുറച്ച് സുഹൃത്തുക്കൾ, മണികണ്ഠനും സുഹൃത്തുക്കളും ഒക്കെ കൂടി ചേർന്നിട്ടത് പ്രൊഡ്യൂസ് ചെയ്തു. അതിന് 1-2 അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ തിരിച്ചു പോയില്ല, ഇവിടെ തന്നെ തുടർന്നു. എനിക്കറിയാം, I know, but she doesn't know that I know. in 2012 വീണ്ടും എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി. അതൊരു സുഹൃത്ത് വന്നിട്ട് അവനെ ഒരു ഇതിൽ അഭിനയിക്കണം, അവൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് ഫിലിം ഇങ്ങനെ ആലോചിക്കായിരുന്നു. അങ്ങനെയാണ് ഫ്രോഗ് എന്ന് പറഞ്ഞ സംഗതി എഴുതുന്നത്. എഴുതി കഴിഞ്ഞപ്പോൾ ഇയാളോട് പറഞ്ഞപ്പോൾ ഇത് പുള്ളിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ വീണ്ടും കാഴ്ച തന്നെ അത് ഏറ്റെടുത്തു, സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്തു. അതിന് ഏറ്റവും മികച്ച ടെലിഫിലിമിലുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് കിട്ടി. അങ്ങനെയാണ് കുറച്ച് എൻ്റെ സിനിമാ മോഹങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നമുക്ക് ഇനി ഒരു മുഴുനീള സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഒരാൾ പൊക്കം സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമ പൂർത്തിയായപ്പോൾ അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, മികച്ച സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിപ്രസി അവാർഡ് കിട്ടി. പിന്നെ 1-2 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ പോകുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു. 2ാമത്തെ സിനിമ ആയി ഒഴിവു ദിവസത്തെ കളി വന്നു. ഒഴിവു ദിവസത്തെ കളി മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. തിയേറ്ററിൽ 10-25 ദിവസം ഓടി.
മൂന്നാമത്തെ സിനിമയായി സെക്സ് ചെയ്തു. അതിങ്ങനെ ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് സംഭവിച്ചു പോകുന്നു. ഇപ്പോൾ നാലാമത്തെ സിനിമ നടക്കുന്നു, ഉന്മാദിയുടെ മരണം എന്നാണ്. കഥ ഉണ്ണി, തിരക്കഥ ഇല്ല, താരത്തിളക്കം ഇല്ല, പണക്കിളക്കമില്ല. സിനിമ നല്ല സ്ഥലം എല്ലാവർക്കും നമുക്ക് പോയാലോ? ഒഴിവ് ദിവസത്തെ കളി ശരിക്കും അതൊരു വളരെ മുന്നേ, ഒരാൾ പൊക്കത്തിന് മുന്നേ തന്നെ ഞാൻ വായിച്ചിട്ടുള്ളതും അതിനകത്തൊരു ഭയങ്കര ഡ്രാമയുണ്ട്. അതിനകത്ത് പൊളിറ്റിക്സ്, ശക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. വളരെ ചെറിയ കഥയാണ്, പക്ഷെ ആ കഥ എന്ന് പറയുന്നത് കഥയല്ല അതിനകത്തുള്ളത്. കഥയേക്കാൾ ഉപരി വലിയൊരു പൊളിറ്റിക്സും ഫിലോസഫിയും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ അത് സിനിമയാക്കാൻ പറ്റിയൊരു സംഗതിയാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ, വളരെ ചെറിയ കഥയാണ്. അപ്പോൾ അത് ആരോട് പറഞ്ഞാലും അത് അത്ര കൺവിൻസിങ് ആവില്ല. ഇത് എങ്ങനെ സിനിമയാക്കും എന്ന് ചോദിക്കും. ഞാൻ ഒന്ന് രണ്ട് പേരോട് അത് പറയുകയും ചെയ്തു. സിനിമയാക്കാമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, അത് ഒരാൾപ്പൊക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് സിനിമയാക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല അത് എങ്ങനെ ആക്കും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഷാജി മാത്യുവിനോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒഴിവ് ദിവസത്തെ കളി എന്ന പേരിൽ തന്നെ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് പക്ഷേ മറ്റുള്ളവർ വായിക്കുമ്പോഴല്ല ഞാൻ വായിക്കുന്നത്. ഞാനതിൻ്റെ വേറൊരു രീതിയിൽ ഞാൻ ഇലക്ഷനൊക്കെ കലർത്തിയിട്ട്, ഇപ്പോൾ ആ കഥ അങ്ങനെയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ആ കഥയുടെ ഒരു ത്രെഡ് എടുത്തിട്ട് അതിനെ നമ്മുടെ പൊളിറ്റിക്കൽ സോഷ്യൽ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇത്ര നേരം എന്തായിരുന്നു പരിപാടി? കൊന്ന് വെള്ളത്തിൽ ചവിട്ടി ചാടിച്ചാൽ ദൈവം പോലും അറിയും. ഒഴിവ് ദിവസത്തെ കളി കഴിഞ്ഞപ്പോൾ ശരിക്കും സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെ തന്നെ സിനിമ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ സെക്സി ദുർഗ മുന്നോട്ട് വെച്ചു, ഇങ്ങനെ ഒരു സംഗതി ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഷാജി മാത്യു പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും ഷാജിയുടെ ഒരു വളരെ വലിയ സപ്പോർട്ടുണ്ട്. കാരണം ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം. സെക്സി ദുർഗയ്ക്ക് ശരിക്കും ഒരു 10-25 ദിവസം മുമ്പ് തന്നെ ഒരു വണ്ടി മുഴുവനും മാനിപ്പുലേറ്റ് ചെയ്ത് മുഴുവനും മാറ്റിയെടുത്ത് കുറേ ഷൂട്ടിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. പക്ഷേ എന്ത് ചെയ്യാനാണത് മാറ്റുന്നതെന്ന് ആർക്കും അറിയില്ല. എനിക്ക് പോലും ആ സമയത്ത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടൊന്നുമില്ല. ഒരു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് വീഴുന്നതും അത് വർക്കൗട്ട് ആവുന്നതും. അപ്പോൾ അതൊരു വലിയ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നൊരു സംഗതിയാണ്. അത് കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ, അത് ആ ഡയറക്ടറായാലും പിന്നെ മുരുകനായിരുന്നു എൻ്റെ ആ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. എല്ലാവരും തന്നെ അതിനകത്ത് സാമ്പത്തിക ലാഭം നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ സിനിമ ചെയ്യുന്നത്. അത്തരം സിനിമ അല്ല ചെയ്യുന്നത്. പിന്നെ അത് ഇപ്പോൾ ഏതാണ്ട് 10-20ഓളം ഫെസ്റ്റിവലുകളിൽ ഇപ്പോൾ തന്നെ പോയി. ഇനിയൊരു 10-30 ഫെസ്റ്റിവലുകളിൽ ലൈനപ്പുണ്ട്. 3 ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി. അതിൽ ടൈഗർ അവാർഡ് ഏറ്റവും, കാരണം വളരെ പ്രശസ്തമായ റോട്ടർഡാം ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നത്. സെക്സി ദുർഗ ശരിക്കും ഇതുവരെ എനിക്കൊരു പ്രശ്നമായിരുന്നു, നമുക്ക് നമ്മുടെ നാട്ടിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ സങ്കടം. ആളുകളെല്ലാം ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തോ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയാണോ സിനിമ എടുക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ സിനിമ എടുക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ നാട്ടുകാർ കാണാൻ വേണ്ടി തന്നെയാണ് സിനിമ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് കാണാവുന്ന രീതിയിലുള്ള സിനിമയെ എടുക്കാവൂ എന്നുള്ള ഒരു നോമുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നാട്ടുകാരല്ല പറയുന്നത്, ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ സദാചാരവാദികളും ഒക്കെ കൂടി ചേർന്നിട്ടൊരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിനിമ എടുക്കാവൂ, ഈ വാക്കേ പറയാവൂ, ഈ വിഷ്വലേ കാണിക്കാവൂ എന്നുള്ള ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ എടുക്കുന്ന സിനിമ കാണാൻ തയ്യാറുള്ളവർക്ക് കാണാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അത്തരം സിനിമകൾ കാണാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് എതിരെ നിൽക്കുന്ന സെൻസർ ബോർഡും ഇവിടുത്തെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും ഒക്കെ, അതുകൊണ്ട് ഈ സിനിമ ഇതുവരെയും ഇന്ത്യയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കാണിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
പക്ഷെ അതിലപ്പുറം ഇത് ലോകം മുഴുവനും ഒരുപാട് ഫെസ്റ്റിവലുകളിൽ പോകുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള 2017 സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ ഉള്ളതിൽ നമുക്കൊരു വലിയ സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. പൊതുവേ എനിക്ക് തോന്നുന്നു ഞാനൊരു ചെറിയ തോതിൽ ത്രില്ലറുമായിട്ട് എനിക്ക് ഒരു നല്ല ആഭിമുഖ്യമുണ്ട്. പക്ഷെ അതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ജോണർ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹമില്ല. പലതരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ്. പക്ഷെ ഇപ്പം ഞാൻ പൊതുവെ എപ്പോഴും പറയുന്നതും എപ്പോഴും വിശ്വസിക്കുന്നതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സിനിമ രണ്ട് തരത്തിലുണ്ട്. ആർട്ട് സിനിമയും കൊമേഴ്സ്യൽ സിനിമയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും പറയും അതില്ല, നല്ല സിനിമയും ചിത്ര സിനിമയും മാത്രമേ ഉള്ളൂ. അതൊന്നുമല്ല, രണ്ട് തരത്തിലുള്ള സിനിമയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ആർട്ട് സിനിമയാണ് എൻ്റെ ഒരു തട്ടകം എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആർട്ട് സിനിമയിൽ ഞാൻ കുറച്ചൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമകളോടാണ് എനിക്ക് കുറച്ച് താല്പര്യം. ഞാനിപ്പോൾ ഒരു സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉന്മാദിയുടെ മരണം എന്ന സിനിമയാണ് നടക്കുന്നത്. ഞാൻ ശരിക്കും എൻ്റെ മനസ്സിലുള്ളത് ആർട്ട് സിനിമ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഇപ്പോൾ ചില പരീക്ഷണങ്ങൾ പാളിപ്പോവാം, ചിലത് നന്നായിട്ട് വരാം. പക്ഷെ അത്തരം പാളിപ്പോക്കലുകളൊന്നും എനിക്ക് ഒരു പേടിയില്ല. കുറച്ചുകൂടി അതിനകത്തോട്ട് ഇൻറ്റൻസായിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കാഴ്ച ചലച്ചിത്ര വേദിയെ ഒരു ഫിലിം ഹബ്ബായിട്ട് മാറ്റാനുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമ ശരിക്കും നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഡിജിറ്റൽ മീഡിയം വളരെ ശക്തമായി വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാറിയതോടെ ആളുകൾക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ള, ആർക്കും സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഈ വലിയ ക്യാമറ, അതിൻ്റെ ഫിലിം, അതിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും അതല്ല. മനസ്സിലൊരു വ്യക്തമായ ധാരണയും ഐഡിയയും ഉണ്ടെങ്കിൽ ആർക്കും സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നല്ല സിനിമകൾ ഉള്ള ആളുകളും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് വ്യക്തമായൊരു ദിശാബോധമില്ല. എന്ത് ചെയ്താൽ ഇത് വരും. നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ചലച്ചിത്ര അക്കാദമി ഉണ്ട്, നമുക്കൊരു സിനിമാ വകുപ്പുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ അത്തരം കാര്യങ്ങളിലൊരു ശ്രദ്ധയില്ല. അവർക്ക് ആകെപ്പാടെ ഒരു IFFK നടത്തുക, ഒരു ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ നടത്തുക. ഇതല്ലാതെ ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു കലാ സമൂഹത്തിനെ അതിനെങ്ങനെ അവരെ പ്രചോദിപ്പിക്കുക, അവരെ കുറച്ചുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്നോ അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു കാഴ്ചപ്പാടില്ല. കാഴ്ച ചലച്ചിത്രവേദി അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹവുമുണ്ട്.